ബിഗ് ബോസിനെതിരെ ഇപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസിനെതിരെയും അതേപോലെ തന്നെ ഹോസ്റ്റ് മോഹൻലാലിനെതിരെയും പരാതിയുണ്ട്. എന്തായിരുന്നു പരാതി കൊടുക്കാനുള്ള ഒരു കാരണം? ഇതില് ഈ ഒരു പ്രോഗ്രാം ഞാൻ പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന ആളല്ല, ഒരു TV പ്രോഗ്രാമും വാച്ച് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ ഒരു വയലേഷൻ നടന്നതായിട്ട് എന്നെ അറിയിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ പുള്ളി എനിക്ക് അതിന്റെ ഒരു ലിങ്ക് ഇട്ട് വന്നു. ഞാനത് കയറി കണ്ടു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞിരുന്നത് അതാണ്, അതിനകത്ത് ലീഗൽ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നോക്കാനാണ്. നോക്കിയപ്പോൾ നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടിന്, നമ്മുടെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995 സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952 ആണ് ഇതിന്റെ റെഗുലേറ്ററി സ്റ്റാറ്റ്യൂട്ടായിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് അതിന്റെ പ്രോഗ്രാം കോഡ്സും അതിന്റെ അഡ്വർടൈസിംഗ് കോഡ്സും ഉണ്ട്. ഈ കോഡ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ആ ഗൈഡ് ലൈൻസിന് എല്ലാം വിരുദ്ധമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ പ്രോഗ്രാം നടന്നിരിക്കുന്നത്. കാരണം അതിന്റെ കംപ്ലീറ്റ് വയലേഷനാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ സിനിമയിലൊക്കെ ഒരു അടി നടക്കുവാണ്, അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽ കാണിക്കുമ്പം അല്ലെങ്കിൽ അതേ എഫക്റ്റ് അല്ലേ ഉള്ളെന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനല്ല. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിയാലിറ്റി ഷോ ആണെന്ന് പറയുന്നത്. പക്ഷെ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണ്. ഇത് റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ യാതൊരുവിധ സെൻസറോ അല്ലെങ്കിൽ മറ്റു ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. അതാണ് അവർ അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു അക്രമം നടക്കുകയാണെങ്കിൽ ആ അക്രമം ഒറിജിനലായിരുന്നു എല്ലാവർക്കും അറിയാം. കാരണം ആ അടി കിട്ടിയ ആള് അതിന്റെ 2 ആഴ്ചത്തോളം സർജറി വരെ വേണ്ടി വന്നു. സർജറി കഴിഞ്ഞ് 2 ആഴ്ചത്തോളം വിശ്രമമാണ്. അത് മറ്റാരും പറഞ്ഞില്ല, അറിയാവുന്നത് ഏഷ്യാനെറ്റിന്റെ തന്നെ ന്യൂസ് ചാനലിൽ അവർ തന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അവരെ തന്നെ റിപ്പോർട്ട് കിടക്കുകയാണത്, പുള്ളിക്ക് 2 ആഴ്ച വിശ്രമം കൊടുത്തു എന്നുള്ളത്. അപ്പൊ ഈ അടി എന്ന് പറയുന്നത് എല്ലാവരും കണ്ടതാണ്, ഗ്രീവിയസ് കട്ടാണ്. പുള്ളിയുടെ താടിക്ക് ഈ ചില്ല് ഇവിടെ ഇടി കിട്ടിയിട്ട് പുള്ളിക്ക് ജോയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല്ലിന് എന്തോ പ്രശ്നം ഉണ്ടെന്നാണ്, പല്ലിളകിയോ അങ്ങനെ എന്തോ ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. പക്ഷെ സർജറി വേണ്ടി വന്നു, താടിയിൽ നിന്ന് സർജറി വേണ്ടി വന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഇവരുടെ, അതായത് ഏഷ്യാനെറ്റിന്റെ തന്നെ റിപ്പോർട്ടിന് മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് വയലേഷൻ വേറെ വന്നിരിക്കുന്നത് ആ ഇടി കൊണ്ട ആളുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഒരു സാധനം കൂടാണ്. നമ്മള് ഇപ്പൊ എന്നെ ഒരാളെ ആക്രമിച്ചിട്ട് ആ വിഷ്വൽസ് എടുത്തിട്ട് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ഇലക്ട്രോണിക് മീഡിയ വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് വകുപ്പാണ് അട്രാക്ട് ചെയ്യുന്നത്? കാരണം പുള്ളിയുടെ പ്രൈവസി ബാധിക്കുന്നതാണ്. IT ആക്ട് 2000 പ്രകാരം സെക്ഷൻ 66E വയലേഷൻ ഓഫ് പ്രൈവസി ആണത്. ആ വിഷ്വൽ ഇത് ചെയ്തിരിക്കുന്നത് അതൊരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീട് വരുന്നത് സെക്ഷൻ 67 വരുന്നുണ്ട്, പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് മീഡിയ. അപ്പൊ ഇത് ഒബ്സീൻ മെറ്റീരിയലിന്റെ ആ ഒരു പരിധിയിൽ തന്നെ വരുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോഗ്രാമിന്റെ അഡ്വർടൈസിംഗ് കോഡ്സ് ഉണ്ട്. ദാറ്റ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ ദ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റൂൾസ് 1994 ആണ്. ആ റൂൾ 1994 റൂൾ 6 പറയുന്ന സബ്സെക്ഷൻ ADE, ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് വയലേഷനാണ് ഈ വന്നിരിക്കുന്നത്. ADEയിൽ പറയുന്ന ഏതൊക്കെയാണെന്ന് പറയാം. എയിൽ ഒഫൻസ് അഗെയിൻസ്റ്റ് ഗുഡ് ടേസ്റ്റ് ഓഫ് ഡീസൻസി ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ ഡിയില് കണ്ടെയ്ൻസ് എനിത്തിങ് ഒബ്സീൻ, ഡിഫാമേറ്ററി, ഡെലിബറേറ്റ്, ഫാൾസ് ഓർ സജസ്റ്റീവ്, അങ്ങനെ ആ ഒരു ലെവലിലുള്ള ഇതെല്ലാം. ഈയില് എൻകറേജ് ഇൻസൈറ്റ് വയലൻസ് പറയുന്നുണ്ട്. ഇത് വയലൻസിനെ എൻകറേജ് ചെയ്യുന്നതാണ്. ഇത് വയലൻസിനെ എൻകറേജ് ചെയ്യുക മാത്രമല്ല, ഡയറക്റ്റ് അങ്ങനെ ഒരു ആക്ട് നടത്തിയിട്ട് അത് തന്നെ എടുത്ത് ഇത് ചെയ്തിരിക്കുകയാണ്. അതാ പറഞ്ഞ ആ റൂളിന്റെ കംപ്ലീറ്റ് വയലേഷൻ ആണ്. നഗ്നമായ ലംഘനം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ രൂപമാണ് കാണിച്ചിരിക്കുന്നത്. ഇവര് എന്ത് ചെയ്താലും ഇവരെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ വരില്ല എന്നുള്ള ഒരു തോന്നലാണ്. കാരണം ഇത്രയും വലിയ കമ്പനീസ് ആണ് അതിന്റെ പിന്നിലുള്ളത്. അവർക്ക് നിയമങ്ങളൊന്നും ബാധകമല്ല എന്നുള്ള ഒരു തോന്നല്. ഹോസ്റ്റ് മോഹൻലാലിനെതിരെ തിരിയാനുള്ള കാരണം എന്തായിരുന്നു? ഹോസ്റ്റ് മോഹൻലാൽ എന്ന് പറയുമ്പം അദ്ദേഹമാണല്ലോ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ മോഹൻലാൽ ഹോസ്റ്റ് ആയിട്ട് വരുന്നു എന്നുള്ള ഒരു പേരിലാണ്. അതിന്റെ പേരിലാണ് ഈ പ്രോഗ്രാമിന് ഇത്രയും ഹൈപ്പ് കൊടുത്ത് അവര് അഡ്വർടൈസിന് കൊടുത്ത് അല്ലെങ്കിൽ അതിന് വ്യൂവേഴ്സിനെ അവർ അട്രാക്ട് ചെയ്യുന്നത് തന്നെ. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു പ്രോഗ്രാമില് അദ്ദേഹത്തിന് ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന ഇൻവോൾവ്മെന്റ് ആണ് അദ്ദേഹത്തിനകത്ത് വരുന്നത്. കാരണം ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹം ആ ഒരു അക്രമത്തിന് കൂട്ടുനിൽക്കുകയല്ലേ, കാരണം അദ്ദേഹമാണ് അതിന്റെ പ്രസന്റർ. അപ്പൊ അദ്ദേഹം അവതരിപ്പിക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിനും അറിയാം ഈ സാധനങ്ങളൊന്നും ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ നിയമത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. അപ്പം പുള്ളിക്കെങ്കിലും ഇത് തടയാമായിരുന്നു, നിങ്ങളിത് എയർ ചെയ്യരുതെന്ന് പറയാമായിരുന്നു. പക്ഷെ അതിന് പകരം അദ്ദേഹം അതിന് കൂടെ നിന്ന് ഹോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് തന്നെ പ്രൊമോട്ട് ചെയ്ത് വിടുന്ന ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. ഈ അക്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള വയലൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു തരത്തിലുള്ള ഒരു പിക്ചർ പോലും
ഇത് ചെയ്യാൻ പാടില്ല, അതായത് സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല ഒരു മീഡിയ വഴി അങ്ങനെയുള്ള, അതായത് ഈ ആക്രമണം നടക്കുന്ന ഒരു ആക്സിഡന്റ് നടക്കുന്നതിന്റെ പിക്ചർ പോലും കാഴ്ചക്കാരന് അരോചകമായിട്ട്, അല്ലെങ്കിൽ അവർ അരോചകം മീൻസ് അല്ലെങ്കിൽ അവർ മെന്റലി അവർക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പിക്ചർ കാണിക്കരുതെന്നാണ് ആ അഡ്വൈസറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇത്ര വലിയ കമ്പനിയാണ് ഈ എന്റർപ്രണർഷിപ്പ് ആണെങ്കിലും ഇപ്പോ ഡിസ്നി, ഹോട്ട്സ്റ്റാർ ഉൾപ്പെടെ ഉള്ളത്, അവർക്കെതിരെ തിരിയാനായിട്ട് എന്തെങ്കിലും ഭയം? ഇല്ല, അങ്ങനെയുള്ള ഒരു ഭയമൊന്നുമില്ല. കാരണം അങ്ങനെ ഭയക്കാനാണെങ്കിൽ നമ്മൾ ഈ കേസിന് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നി ഒരു 25-നായിരുന്നു ഇത് അറിയത്. അപ്പൊ അതിനുശേഷം ഒരു 1 വീക്കോളം എടുത്തു ഞാനത് ഇപ്പം ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട്. അപ്പൊ അത്രയും ദിവസമായിട്ടും ആരും ഇതിനെക്കുറിച്ച് വറീഡല്ല, അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് ബോധേഡല്ലെന്ന് തന്നെ പറയാം. കാരണം ഇപ്പൊ നമ്മൾ പറയും സാംസ്കാരിക നായകന്മാർ അല്ലെങ്കിൽ കുറെ പേര് അല്ലെങ്കിൽ ഇവരെല്ലാം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്, ആരും ഇതിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയുടെ അല്ലെങ്കിൽ അവരുടെ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ അവരെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനോടുള്ള ഭയം കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മള് നിയമം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരാള് ഇതിനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ.